നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വീടിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, സേവ് ചെയ്ത് വെച്ചോ, നിങ്ങളും സേവ് ചെയ്ത് വെച്ചോട്ടോ. ഞാനിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറ്റൂരിലുള്ള വിൽവെക്സ് കേബിൾസിലേക്കാണ്. അതായത് 2018 ഫ്ലഡിൽ നശിച്ചു പോയ ഒരു കമ്പനി, അതിനുശേഷം മലയാളികൾ ഇവരെ കൈപിടിച്ചുയർത്തി. അതെന്തുകൊണ്ടാണെന്നല്ലേ നമുക്ക് നോക്കാം. ഞാൻ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ടുള്ള ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഫാക്ടറീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും പബ്ലിക്കിന് അവരെ അലോഡ് ചെയ്യില്ല. ഇവിടെ വിൽവെക്സ് കേബിൾസിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫാക്ടറിയിലേക്ക് എൻ്ററായി ഇവിടുത്തെ ക്വാളിറ്റി, പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഇവരുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയൊക്കെയാണ്, കംപ്ലീറ്റ് കാര്യങ്ങളും നേരിട്ട് കണ്ട് നോക്കി മനസ്സിലാക്കി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാക്ടറി ടൂർ കോൺസെപ്റ്റ്. അപ്പോൾ ഇതാ വിൽവെക്സ് കേബിൾസിൻ്റെ ഓണർ അഗസ്റ്റിൻ സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. ഹായ് സാർ, എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു. സുഖം. പിന്നെ ശരിക്കും എനിക്കിവിടെ വന്നിട്ട് അത്ഭുതമായത്, കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കി, പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അതായത് ഞങ്ങളിത് 30 വർഷം മുമ്പാണ് തുടങ്ങുന്നത്, സ്ഥാപനം തുടങ്ങുന്നത്. അതിനുശേഷം അറിയാലോ, 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മളുടെ യൂണിറ്റ് മൊത്തം നശിച്ചുപോയി, ബിൽഡിങ്ങും മെഷീനറിയും ഒക്കെ നശിച്ചുപോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രണ്ടാമതും തുടങ്ങിയപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, അതായത് ഫേസ്ബുക്കിലൂടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തി. അതായത് ഞങ്ങൾ എല്ലാ അംഗീകാരങ്ങളും ഉണ്ട്, ISI ഉണ്ട്, ISO ഉണ്ട്, ROHS ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ വലിയ സാമ്പത്തിക അടിത്തറയൊന്നുമില്ല. പക്ഷേ വൻകിട കമ്പനികളുടെ അതേ ക്വാളിറ്റി ഞങ്ങൾ ഉറപ്പ് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തിയത്. അത് ശരിക്കും വൈറലായി. അത് ശരിക്കും മലയാളി ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ് ഭയങ്കരമായിട്ട് കൂടി. ഞങ്ങളിപ്പോൾ അന്ന് ഒരു ഇന്ത്യൻ മെഷീനറികളാണ് 2 ഓടിക്കൊണ്ടിരുന്നത്. അത് മാറ്റിയപ്പോൾ ആദ്യം ഞങ്ങളൊരു ഇമ്പോർട്ടഡ് മെഷീൻ വെച്ചു, ഫുള്ളി ഓട്ടോമാറ്റിക്. ഇപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടഡ് മെഷീനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ്. സെയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 മുതൽ 12% വരെ, 12 ഇരട്ടി, 10 മുതൽ 12 ഇരട്ടി സെയിലാണ് നടക്കുന്നത്. ഒരു സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ അന്ന് ഒരു വർഷം ചെയ്തിരുന്ന സെയില് ഞങ്ങളിന്ന് ഒരു മാസം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, കേബിൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അത് വലിയൊരു ചോദ്യമാണ്. കാരണം കേബിൾ മേടിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കേബിൾ ഉപയോഗിച്ചാലും, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ എന്ന് പറയുന്നില്ല, ക്ലാസ് 2 കേബിളുകൾ മാത്രം ഉപയോഗിക്കുക. ക്ലാസ് 2 FR LSH കേബിളുകൾ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കോപ്പറിനും PVC ഒക്കെ ഭയങ്കരമായിട്ട് വില കൂടി, റോ മെറ്റീരിയൽസ് വില കൂടിയപ്പോൾ എല്ലാ കമ്പനികളും 3, 4, 5 തരം കേബിളുകൾ ഇറക്കുകയാണ്. അതായത് ക്ലാസ് 5 എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട്, പിന്നെ സാധാ FR ഇറക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഈ ക്ലാസ് 2 FR LSH മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ, വിൽക്കുന്നുള്ളൂ. അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന കണക്ക് പ്രകാരം ക്ലാസ് 2 FR LSH കേബിളാണ് ഏറ്റവും പ്രീമിയം കേബിൾ. ക്ലാസ് 5 കേബിൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതായത് ഞങ്ങളുടെ കേബിൾ ഉപയോഗിച്ചാലും നാളെ ഏത് കേബിൾ ഉപയോഗിച്ചാലും ക്ലാസ് 2 FR LSH മാത്രം ഉപയോഗിക്കാം. ക്ലാസ് 5 ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ വില കുറവ് കിട്ടും വാങ്ങിക്കുന്ന സമയത്ത്. പക്ഷേ ലൈഫ് ടൈം മുഴുവൻ നമ്മൾ ഇലക്ട്രിക് ബില്ലിൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലാസ് 5 കോപ്പർ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. നമുക്ക് ഇലക്ട്രിക് ബില്ലിൽ ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ ഒരു 300-400 രൂപയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കേബിൾ ഉപയോഗിച്ചാലും ക്ലാസ് 2 FR LSH മാത്രം ഉപയോഗിക്കുക. ഞങ്ങളിവിടെ ക്ലാസ് 2 FR LSH മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇന്ന് മാർക്കറ്റിലെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും കേബിളുകൾ GST വെട്ടിച്ച് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്നവരും പറയും ഞങ്ങൾക്ക് ആ ബ്രാൻഡ് GST ഇല്ലാതെ കിട്ടി, എല്ലാ ബ്രാൻഡുകളുടെയും. പക്ഷേ ഒരു കാര്യം ഉറപ്പ് തരാം, GST ഇല്ലാതെ ഒരു ബ്രാൻഡും, പ്രമുഖ ബ്രാൻഡും ഇവിടെ വിൽപ്പന നടത്തുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് കേബിളാണ് ഓരോ പേരിൽ വന്നിട്ട് GST വെട്ടിച്ച് തരുന്നത്. കാരണം ഒന്നാമത് അടിക്കാൻ പറ്റില്ല. അതായത് GST ഇല്ലാതെ കേബിൾ മാനുഫാക്ചറിങ് നടത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ളത്. കാരണം ഈ PVCയും കോപ്പറും വിൽക്കുന്നതൊക്കെ വമ്പൻ കമ്പനികളാണ്. അവരൊന്നും GST ഇല്ലാതെ സാധനം സപ്ലൈ ചെയ്യില്ല. ഇൻപുട്ട് കിട്ടാതെ എങ്ങനെയാണ് അവർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞങ്ങളോട് ഇവിടെ വന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് GST ഇടുന്നത്, ഇത്ര വലിയ പൈസ GST ഇടത്തിൽ പോവാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം GST ഇല്ലാതെ കിട്ടില്ല. അപ്പോൾ GST തൽക്കാലം ഒരു GST ഇല്ല എന്നുള്ള പേരിൽ ദയവ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കരുത്. കാരണം അത് 100% ഡ്യൂപ്ലിക്കേറ്റ് ആണ്.
ഓക്കെ. പിന്നെ ഈ വിൽവെക്സ് കേബിൾസിന് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തൊക്കെ എന്തൊക്കെ അംഗീകാരം? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് കേരളത്തിൽ ആദ്യം ISI എടുത്തൊരു സ്ഥാപനമാണത്. അതായത് 95 തുടങ്ങി 97 മുതൽക്ക് ഞങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ISI ഉണ്ട്. 2000 മുതൽക്ക് ISO അംഗീകാരമുണ്ട്, ROHS ഉണ്ട്, കേരള PWD അപ്രൂവൽ ഉണ്ട്. അതായത് വമ്പൻ കമ്പനികൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവരെ പോലെ പരസ്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നമ്മളിപ്പോൾ പുതിയ മാർക്കറ്റിംഗ് രീതിയിലേക്ക് വന്നതിന് ശേഷം നമ്മളെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് കൂടിയേക്കാണ്. കാരണം കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാണ് ഇവിടെ വരാം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആളുകൾ വരുന്നു, പ്രൊഡക്ഷൻ എല്ലാം ഇവിടെ എല്ലാവർക്കും ഓപ്പൺ ആണ് ഫാക്ടറി. ഫാമിലിയൊക്കെ വന്ന് പ്രൊഡക്ഷൻ രീതികളൊക്കെ കണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് രീതി തുടങ്ങുമ്പോൾ നമുക്ക് ഇന്ത്യൻ മെഷീനറിയാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്പീഡൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റ് കൂടിയപ്പോൾ ഇമ്പോർട്ടഡ് മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ഒരെണ്ണം എടുത്തു. ഇപ്പോൾ ഒരെണ്ണം കൂടി, അങ്ങനെ 2 മെഷീനും ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ആളുകൾക്ക് നേരിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അവർ ഞങ്ങളെ വിളിക്കും, അവർ പേയ്മെൻറ്റ് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് തന്നെ ഇവിടുന്ന് പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. അതായത് ഒരു 4 മണിക്ക് മുമ്പ് അക്കൗണ്ടിൽ പൈസ വന്നാൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പാഴ്സലായിട്ട് അയക്കും. നിങ്ങളുടെ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തും അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ശരിക്കും ഇപ്പോഴും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരോടൊക്കെ അല്ലെങ്കിൽ കേരള സമൂഹത്തോട്, കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തീർത്താ കടപ്പാടാണ്. കാരണം ഞങ്ങൾക്ക് സ്വപ്നതുല്യമായ ഒരു വളർച്ചയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇത്രമാത്രം ഒരു സെയില് ഞങ്ങൾക്ക് കൂടുന്നു. ഇന്നിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം വന്നിട്ടുണ്ട്, മിഷൻ 1000 എന്ന് പറഞ്ഞിട്ട്. അതായത് കേരളത്തിലെ അപ്കമിങ് ബിസിനസ്സുകളെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 90 മീറ്ററാണ് സ്റ്റാൻഡേർഡ് കോയിൽ വരുന്നത്. ചില ആളുകൾ പറയും ഞങ്ങൾക്ക് 200 മീറ്ററിൻ്റെ വേണം അല്ലെങ്കിൽ 300 മീറ്ററിൻ്റെ വേണം എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ ചെയ്തു കൊടുക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.